Remember the days we were young, wild and free, basic getting sprung. We used to dance the night away, hang out the whole next day, laughing, having fun. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലൈറ്റുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറേ വൈകിട്ടാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ ഉറങ്ങിയിരിക്കുന്നത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. എണീച്ചിരിക്കുന്നത് ഒരു 12:30 ആയിട്ടാണ്. ഇന്നലെ നല്ല ഉഷാറിൽ പാട്ടൊക്കെ പാടി റെഡിയാക്കുന്നുണ്ട്, കാരണം ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ കിടക്കയെല്ലാം റെഡിയാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും, എന്നത്തെയും പോലെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകാൻ പോവാണ് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം ആലോചിക്കണ്ട, രാവിലെ ഈ ടൈമിലൊക്കെ ചെന്ന ഫുഡ് ഉണ്ടാവും. കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കുക്ക് മാറി. ഇപ്പോഴത്തെ കുക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മൂപ്പര് ഉണ്ടായി കഴിഞ്ഞാൽ മൂപ്പരനെ 3-4 വട്ടം തിന്നും, അതുകൊണ്ട് എനിക്ക് കിട്ടലില്ല. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഗുഡ് ആഫ്റ്റർനൂണിനാണ് എണീച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 1:30 കേട്ടോ. 12:30ക്കാണ് ഞാൻ എണീച്ചിരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ കിടക്കുന്ന എണീച്ചില്ല, ബിക്കോസ് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ എണീച്ചത്. എന്നിട്ട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നു. ഇനി നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ പോവുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിയിരുന്നു. ഞാൻ നല്ല കരുതുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എണീക്കണമെന്ന്, അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ പോയി ചോറും കറിയും തിന്നാം. സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സ്വസ്ഥമായി ചെയ്യാൻ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ലഞ്ചും കിട്ടില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉച്ചക്കത്തെ ചോറും കറിയും കഴിക്കാനാണ് പോണത്. എന്തായിരുന്നു അന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ ചോറും പിന്നെ എന്തോ ഒരു കറിയും എന്തോ ഒരു കൂട്ടാനുണ്ടായിരുന്നു. സംഭവം കുക്ക് ഉണ്ടാക്കിയ ഫുഡ് തിന്ന് കഴിക്കുമെങ്കിലും ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. മുന്നത്തെ കുക്കിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇവരെ ഫുഡാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഇനി സ്കിൻ കെയർ ചെയ്യട്ടോ. ഞാൻ ഡെയിലി മോർണിംഗ് എണീച്ച് ചെയ്യണ സ്കിൻ കെയർ ആണിട്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുക പ്യുർ ഓർജിൻ കൊറിയൻ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിൽ മൈക്രോബ്ലേഡ്സ് ഉള്ളതാണ് നമ്മുടെ സ്കിന്ന് ഡീപ്പ് ക്ലെൻസ് ചെയ്യും. പിന്നെ പ്യുർ ഓർജിൻ്റെ വൈറ്റമിൻ സി ഫേസ് സെറം യൂസ് ചെയ്യും കേട്ടോ. ഇതിൽ യൂസു ലെമൺ ഉള്ളതുകൊണ്ട് നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് ഗ്ലോ കിട്ടും. മൈ സ്കിൻ ഇൻസ്റ്റന്റ്ലി ഫീൽസ് ഫ്രഷ് ആൻഡ് ബ്രൈറ്റർ. അടുത്തത് പ്യുർ ഓർജിൻ കൊറിയൻ വൈറ്റമിൻ സി സെറം ക്രീം ആണ് കേട്ടോ. ഫോർ ഹൈഡ്രേഷൻ ഐ നെവർ സ്കിപ്പ് ദിസ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ബട്ട് സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ് കോംബാറ്റ്സ് അൺഈവൻ സ്കിൻ ടോൺ. മൈ സ്കിൻ ലവ്സ് ഇറ്റ്, എക്സ്പെഷ്യലി ഓൺ ബിസി ഡേയ്സ്. അങ്ങനെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്യുർ ഓർജിൻ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ. ഇതിൽ SPC നോൺ നെഗോഷിയേറ്റബിൾ ആണ്. ദർ കൊറിയൻ വൈറ്റമിൻ സി സൺസ്ക്രീനിൽ SPF 50 PA++++ and 0 വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പെർഫെക്റ്റ് ആണ് കേട്ടോ, ഈവൻ അണ്ടർ ദ മേക്കപ്പ്. നിങ്ങൾ കൊറിയൻ സ്കിൻ കെയർ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. ഇത് അഫോർഡബിൾ, എഫക്റ്റീവ് ആൻഡ് സൂപ്പർ സ്കിൻ ഫ്രണ്ട്ലി ആണ്. യൂസ് മൈ കൂപ്പൺ കോഡ് FATIMA225 to get 50% off. ഇത് ആമസോൺ, മീഷോ, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും അവൈലബിൾ ആണ്. ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ്സിലും പിന്നായിട്ടും കൊടുക്കാം. ഗൈസ്, ഞങ്ങൾ ഐസ്ക്രീം സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തു. ഓറിയോ ഐസ്ക്രീം. കുറേ ഐസ്ക്രീം എന്നാൽ ഭയങ്കര പൂതിയായിരുന്നു. പൊതുവെ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് ഐസ് ക്യൂബാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, അന്ന് ഒരു ഐസ്ക്രീം തിന്നാനൊരു മൂഡുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓറിയോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്നും കഴിച്ചു, പിറ്റേ ദിവസം രാത്രിയും കഴിച്ചു. ഇപ്പം സമയം 3 മണിയായി. 3 മണി കഴിഞ്ഞു. ഞാൻ പൊരിങ്ങിങ്ങാണ്ട് പോവാൻ നിൽക്കുകയാണ്. എങ്ങോട്ട്? എയർപോർട്ടിക്ക്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ സംസാരിച്ച് നിൽക്കണില്ല, വേഗം ഒരുങ്ങാം. അങ്ങനെ മാറ്റി കെട്ടി കഴിഞ്ഞു. ഇനി പോവാണ്. ഒരു 4:30 ആകുമ്പോഴാണ് എൻ്റെ ക്യാബ് വരിക. അപ്പോൾ ഒരു 4:25 ആകുമ്പോഴൊക്കെ ഇറങ്ങണം. ഇതാണ് മക്കപ്പ് ലുക്ക്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് വരെ എപ്പോഴാണ് എനിക്കറിയില്ല. 1 മണി വരെയാണ് ഷിഫ്റ്റ്. പക്ഷെ തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ 2:30 ആവുന്നു. ഇപ്പോൾ ഫ്ലൈറ്റും ഉണ്ടല്ലോ, അതുകൊണ്ട് ഫ്ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ എത്തിട്ടോ. ഞങ്ങൾ ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
ക്യാബ് വന്നു കേട്ടോ. സാധാരണ എന്നും എന്താ പറയുക ഞങ്ങളെ നേരെ വൈകിക്കല്. എന്നിട്ട് അതുകൊണ്ട് കാക്കു റിലയൻസ് എടുത്തത് നേരെ വൈകിട്ടാണ് വന്നത്. പക്ഷെ എപ്പോഴും ആദ്യത്തില്ല. ഞങ്ങൾ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് 6 മണിക്കാണ്. പക്ഷെ ക്യാബ് പിക്കപ്പ് 4:45 5 o'clock ആ ടൈം ആകുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് 6 മണിക്ക് തന്നെ വർക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യൂല. ഫസ്റ്റ് ഞങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവും. വർക്കിന് കയറുന്ന മുതൽ കഴിയണ വരെ വർക്കല്ലേക്ക് കേട്ടോ. അത് ഓരോ ആൾക്കാരും അലോക്കേഷൻ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ജൂനിയർ ആയതുകൊണ്ട് അറിയില്ല, എനിക്ക് അത്രമാത്രം വർക്ക് ഉണ്ടാവലില്ല, ചെറുതായിട്ടേ ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഡെയിലി വേറെ വേറെ അലോക്കേഷൻസ് ആണ് ഉണ്ടാവാറ്. പിന്നെ സീനിയേഴ്സ് കൂടെ ഉണ്ടാവും. ആദ്യമൊക്കെ ഒരു പഠിപ്പിച്ച് തരും കേട്ടോ ഓരോ പുതിയ അലോക്കേഷൻസ്. പിന്നെ അത് പഠിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഒറ്റക്ക് ചെയ്യാറ്. ഞങ്ങൾ എയർപോർട്ടിലെത്തി നേരെ വന്നത് വാഷ്റൂമിലേക്കാണ്. എന്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഒരുങ്ങിക്കണോ, പക്ഷെ കാറിൽ പോലെ വണ്ടി പോകുമ്പോൾ മുടിയൊക്കെ കൊള്ളാവും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് ഡിലേ എത്ര 1 hour. നൈസ്, വളരെ നൈസ്. അപ്പം ഇന്നിപ്പോൾ രാത്രി ഇപ്പോഴത്തൊന്നും വീട്ടിലേക്കൊന്നും കരുതണ്ട. അലോക്കേഷൻസ് ഡെയിലി ഞങ്ങൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടാറ്. പിന്നെ ഇന്ന് ഞങ്ങൾ ബ്രേക്കിന് പോയി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ബ്രീഫിംഗ് ഉണ്ടായത്. ബ്രീഫിങ്ങിലൊരു സന്തോഷ വാർത്ത ഉണ്ടായത്. എയർപോർട്ടിൽ ബയൽ പറഞ്ഞിട്ടൊരു കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓർക്ക് 5 star റേറ്റിംഗ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടെ അതിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഞങ്ങളെ വിളിച്ചുകൊണ്ട്. അപ്പോൾ അതിനെ പോവുകയാണ്. അപ്പോൾ അതിന് ഡെയിലി ഞങ്ങൾ ഫ്ലൈറ്റിന് മുന്നേ അന്നത്തെ ഡീറ്റെയിൽസൊക്കെ പേപ്പറിൽ എഴുതി വെക്കുകയും ചെയ്യും കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോയത്. കേക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഡയറി മിൽക്കും കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അന്നത്തെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് സ്കൈബോ സർവീസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെ കൗണ്ടർ ഇപ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ്. എനിക്കും സുമയ്ക്കാണ് സ്കൈബോസിൻ്റെ സർവീസ് ഉള്ളത്. Can I show you? Okay. Hey, this is സുമയ്യ. സോ ഞങ്ങൾക്ക് രണ്ടാൾക്കാണ് സ്കൈബോസ് സർവീസ് ഉള്ളത്. ഞങ്ങളൊരു ലോഞ്ച് കൊണ്ടാക്കി അവിടെ തിരിച്ച് എടുക്കാനും പോകണം. അപ്പം അതിന് മുന്നേ ഞങ്ങൾക്ക് ബ്രേക്ക് തന്നു കേട്ടോ, 30 minutes ബ്രേക്ക്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്ന അറിയില്ല, നോക്കിയോട്ടെ. അപ്പോൾ ഈ സ്കൈബോസ് എന്ന് പറയുന്നത് VIP പാസഞ്ചേഴ്സ് ആണ്. ഓരോ ചെക്കിങ് കൗണ്ടർ മുതൽ എയർക്രാഫ്റ്റ് ഡോർ വരെ നമ്മൾ ഓരോ കൂടെ അസിസ്റ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ക്യാൻറ്റീനിൽ പോണില്ല, ഞങ്ങളൊരു ഭാഗത്ത് ഇരിക്കാൻ പോവുകയാണ്. എന്തിന്? എന്നിട്ട് സുമയ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാണ്. ക്യാൻറ്റീൻ ടൈമൊക്കെ ഉണ്ട്, അവിടെ എപ്പോൾ ചെന്നാലും ഫുഡ് കിട്ടൂല. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ സിറ്റ് സംവെയർ ആൻഡ് ഹാവ് ഫ്രൂട്ട്സ്. But we have coffee shops. Because we have coffee shops. അതെ, എന്തായാലും നമുക്ക് എവിടെയും പോയി ഇരുന്ന് തിന്നാം. അപ്പോൾ അന്ന് സ്കൈബോസ് വരണ വരെയുള്ള എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ക്യൂ മാനേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് പാസഞ്ചേഴ്സിന് ഓരോ കൗണ്ടർ കഴിയുമ്പോൾ അങ്ങോട്ട് ഗൈഡ് ചെയ്യുക. അതിൻ്റെ ഇടയിലാണ് സ്കൈബോസ് വന്നത്. അതുപോലെ ലോഞ്ച് വരെ കൊണ്ടാക്കി. എന്നിട്ട് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ചെക്കിങ് കൗണ്ടർക്ക് തന്നെ വന്നു. എന്നിട്ട് പിന്നെ കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടിയത്. കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. Right now I am very happy. കാരണം ഇന്ന് ഞങ്ങൾക്ക് സ്കൈബോസ് ഉണ്ടായിരുന്നു. എന്നിട്ട് സ്കൈബോസ് ഞങ്ങൾ സർവീസ് ഭയങ്കര ഇഷ്ടമായി. ഒരു പറഞ്ഞു ഓർക്ക് ഞങ്ങളെ ഇഷ്ടമായി എന്ന്. പോരാത്തിന് ഞങ്ങൾക്ക് ക്യാഷ് വരെ തന്നു. പക്ഷെ ഞങ്ങൾക്കത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്തായാലും ഒരു പറഞ്ഞു ഓർക്ക് ഇതുവരെ കിട്ടിയിൽ വെച്ചിട്ടുള്ള ബെസ്റ്റ് സർവീസാണ് ഇത് എന്ന്. എനിക്ക് ശരിക്കും സന്തോഷമായി. ഭയങ്കര പൊലിവിലാണ്. ഞങ്ങൾ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സാറിന് വന്ന ട്രീറ്റ് ഉണ്ട്, ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, കാരണം എൻ്റെ അലോക്കേഷൻസ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞിട്ട്. ഈ ഫ്ലൈറ്റ് കഴിഞ്ഞാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. അത് എനിക്ക് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ സീനിയേഴ്സിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർക്ക് കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ക്യാബ് വരിക. എന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോവുക. അന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഒരു 3 മണി കേൾക്കണു. എന്തായാലും റൂമൊക്കെ എത്തുന്നത് 4 മണിക്കാട്ടോ. അങ്ങനെ തിരിച്ചെത്തിട്ടോ. ചാർജ് കഴിഞ്ഞിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവസാനം PGക്ക് എത്തി. അതിനിടയിൽ ഞങ്ങൾ ക്യാബ് വേറൊരു ക്യാബായിട്ട് ബുക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 5 മണി ആവാനായിട്ടോ. ഇനിയാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ഫുഡൊക്കെ കഴിച്ചോട്ടോ. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഐസ് ക്യൂബ് ഉണ്ട്. ഐസ് ക്യൂബ് പിന്നെ എനിക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ഇനി ഞാൻ അള്ളാഹ് ഉറങ്ങാൻ പോവാണ്. എനിക്ക് ഇനി ഒരു ഉറക്കമുണ്ട്, സുഖസുന്ദരമായ ഉറക്കം. ആയിക്കോട്ടെ, ശരി, ബൈ ബൈ.